നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാരുടെ റോഡ് ഉപരോധം. ഉപരോധത്തെ തുടർന്ന് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. വനം വകുപ്പിന്റെ മർദ്ദനത്തെ തുടർന്നാണ് മിഥുന്റെ ആത്മഹത്യയെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ. തൃശൂർ ചാവക്കാട് കടപ്പുറം ഇരട്ടപ്പുഴയിൽ ക്വാർട്ടേഴ്സിലെ മുറിയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച അപകടം. വീടിനകത്തെ മുഴുവൻ വൈദ്യോപകരണങ്ങളും ഗാർഹിക ഉപകരണങ്ങളും കത്തിനശിച്ചു. ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശവുമായി KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമത്തിൽ ആഹ്വാനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങി ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വനംവകുപ്പിന്റെ മർദ്ദനത്തെ തുടർന്നാണ് മിഥുന്റെ ആത്മഹത്യയെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആ ടീമിൽ തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത്? ഇത് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കർമ്മം കഴിഞ്ഞ് തേർതിരുത്തിക്ക് കൊണ്ടുപോയി പരിപാടി കഴിഞ്ഞു. ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങളത് പറയാൻ പറ്റില്ല. വേണ്ട, പോലീസ് കൊടുത്ത റിപ്പോർട്ട് പറയണ്ട. കളക്ടർ ഞങ്ങളോട് പറയാലോ. ഞങ്ങൾക്ക് കളക്ടർ ഞങ്ങളോട് പറഞ്ഞു ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ആദ്യം ഉറപ്പ് തന്നെ അത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളന്ന് ഇതുമായിട്ട് സഹായിച്ചില്ല, മുന്നോട്ട് പോയതാ. പിന്നെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി. 15 മിനിറ്റോളം നീണ്ടുനിന്ന സൂചനാ ഉപരോധ സമരത്തിനു ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉപരോധത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വനംവകുപ്പിന്റെ മർദ്ദനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നും കുറ്റക്കാരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. മിഥുന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും കുടുംബത്തെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് മിഥുനെ വീട്ടിനടുത്ത പറമ്പിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ചാവക്കാട് കടപ്പുറം ഇരട്ടപ്പുഴയിൽ ക്വാർട്ടേഴ്സിലെ മുറിയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. വീടിനകത്തെ മുഴുവൻ വൈദ്യോപകരണങ്ങളും ഗാർഹിക ഉപകരണങ്ങളും കത്തിനശിച്ചു. ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെയായിരുന്നു സംഭവം. കിടപ്പ് രോഗിയായ ഉമ്മ നഫീസയും കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ വൈദ്യുതി പോയതോടെ ഷഹർബാന്റെ മകൾ ഉണർന്നു. പിന്നീടാണ് ഫ്രിഡ്ജിൽ നിന്നും തീ കാണുന്നത്. ഉടനെ വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തീ ആളി കത്തിയതിനാൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി. ഉടൻ വലിയ ശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഗുരുവായൂർ ഫയർഫോഴ്സും KSEB അധികൃതരും തീയണച്ചു. കിടപ്പ് രോഗിയായ ഉമ്മയെ പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നതിനിടെ മാതാവ് നിലത്ത് വീണതായും ഗാർഹിക ഉപകരണങ്ങൾ നശിച്ചതായും ഷഹർബാൻ പറഞ്ഞു. വീടിനകത്തെ മുഴുവൻ വൈദ്യുതോപകരണങ്ങളും ഗാർഹിക ഉപകരണങ്ങളും നശിച്ചു. മുറിയിലും അടുക്കളയിലും ചുമരുകൾക്ക് കേടുപാടുകൾ പറ്റി. TV, ഫാൻ, സ്വിച്ച്, ലൈറ്റുകൾ എന്നീ ഇലക്ട്രിക് ഉപകരണങ്ങളുമെല്ലാം പൊട്ടിത്തെറിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശവുമായി ഓങ്ങല്ലൂരിൽ KSKTU ആത്മാഭിമാന സംഗമം. KSKTU ജില്ലാ സെക്രട്ടറി V. ചെന്താമരാക്ഷൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമം ആഹ്വാനം ചെയ്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിലായിരുന്നു ആത്മാഭിമാന സംഗമം. KSKTU ജില്ലാ സെക്രട്ടറി V. ചെന്താമരാക്ഷൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നാട്ടമ്പറമ്പിലെ പാവപ്പെട്ട മനുഷ്യർ എന്ന രാഷ്ട്രീയ ആശയമാണ് കർഷകത്തൊഴിലാളി യൂണിയൻ ഉയർത്തിപ്പിടിക്കുന്നത്. 980 സഖാവ് നായനാർ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ നേതാവിൻ്റെ വലിയ നേതാവായിരുന്നു അന്ന് കേരളത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പേര് പറഞ്ഞാൽ അറിയില്ല, പ്രായമായ ആളുകൾക്കായതുകൊണ്ട് നല്ല നിശ്ചയം. K. കരുണാകരൻ. K എന്ന് പറയുന്നത് എന്താണ് വെച്ചതുകൊണ്ട് ഞാൻ പറയുന്നത്. കരുണാകരൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത്, പെൻഷൻ കൊണ്ടുവരുമ്പോൾ നായനാരോട് പറഞ്ഞത്, ഈ പെൻഷൻ അനാവശ്യമാണ്, ഉൽപാദനപരമല്ല. 2 3 ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയ ആളുകൾക്ക് കൊടുത്തു.
അതുകൊണ്ട് പിന്നെ അതിനപ്പുറത്ത് ചിലത് പറഞ്ഞിട്ടുണ്ട്. കരുണാകരൻ മരിച്ചു പോയതുകൊണ്ട് ചിലത് പറയുന്നുണ്ട്. അങ്ങനെയാണ് കരുണാകരൻ അതിനെ എതിർക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് നായനാർ പറഞ്ഞോ, നായനാരാണ് പറഞ്ഞത്, ഞാൻ പറയല്ല, നായനാർ പറഞ്ഞു, എടോ കരുണാകര, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. KSKTU ഏരിയ പ്രസിഡന്റ് VC ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M ശങ്കരൻകുട്ടി, CPM LC സെക്രട്ടറി AM നാരായണൻ, PK ചെല്ലുക്കുട്ടി, M രവീന്ദ്രൻ, VC ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാൻ സംഗമം ആഹ്വാനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒരിടവേളയ്ക്ക് ശേഷം വാരണാസി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും പുരോഗമിക്കുന്നു. ഇരുവശത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിലെ ടാറിംഗ് പ്രവൃത്തികളുമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പാലത്തിൻ്റെ പ്രവൃത്തികളെ മെല്ലെ പോക്കിനെതിരെ നേരത്തെ ആക്ഷേപവും ഉയർന്നു വന്നിരുന്നു. വാടനാകുറിശ്ശിയിലെ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഇനി എന്ന് തീരുമെന്ന് കാത്തിരുന്നു കാണണം. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പല തവണകളായി നിർമ്മാണത്തിലെ മെല്ലെ പോക്കാണ് കാരണം. 4 വർഷത്തിലധികമായി പാലത്തിൻ്റെ പ്രവൃത്തികൾ തുടങ്ങി വച്ചിട്ട്. പ്രവൃത്തികളിലെ മെല്ലെ പോക്കിനെതിരെ നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പ്രവൃത്തികൾ വീണ്ടും പുരോഗമിച്ച മട്ടിലാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31-നകം പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പാലക്കാട് ജില്ലാ വികസന സമിതി യോഗത്തിൽ വച്ച് അധികൃതർ പറഞ്ഞുവെങ്കിലും അതും നടപ്പായില്ല. ഇരുവശത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിന് മുകളിലെ ടാറിംഗ് പ്രവൃത്തികളുമാണ് നടന്നുവരുന്നത്. അപ്രോച്ച് റോഡിൽ ഓരോ ലെയർ മണ്ണിട്ട ശേഷം അവ ഉറപ്പിക്കും. പിന്നീട് ടെസ്റ്റിംഗ് നടത്തും. കോൺക്രീറ്റുള്ള സൈഡ് വാളിൻ്റെ പ്രവൃത്തികളും ഒപ്പം നടക്കുന്നുണ്ട്. പാലത്തിന് മുകളിൽ ആദ്യ ലെയർ ടാറിംഗ് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തിയായാൽ അതിനു മുകളിൽ വീണ്ടും ടാറിംഗ് നടപ്പാക്കും. പാലത്തിൻ്റെ ഒരു വശം കാൽനടയാത്രയ്ക്കായി പാത ഒരുക്കിയിട്ടുണ്ട്. 1.5 മീറ്റർ വീതിയിലാണിത്. ഇതിൻ്റെ അവസാനവട്ട നിർമ്മാണ പ്രവൃത്തികളും നടത്തേണ്ടതുണ്ട്. 3 മാസം കൊണ്ട് പാലം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ചെന്നൈയിലെ SPL എന്ന കമ്പനിക്കാണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വാടനാകുറിശ്ശി റെയിൽവേ ഗേറ്റ് അടച്ചിടും. സെപ്റ്റംബർ 22-ന് തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 23-ന് ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് വാടനാകുറിശ്ശിയിലെ റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നെന്ന് റെയിൽവേ വിഭാഗം അങ്ങാടിപ്പുറം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. കാലം ചെയ്ത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിച്ചു. രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന 1-ാം ഘട്ട ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം പുത്തൻപള്ളിയിൽ പൊതുദർശനത്തിന് വച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30-ന് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ 2-ാം ഘട്ടവും തുടർന്ന് 10 മണിക്ക് 3-ാം ഘട്ടവും നടക്കും. ഞായറാഴ്ച രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന 1-ാം ഘട്ട മൃത സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതിക ശരീരം തൃശൂർ പുത്തൻപള്ളിയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വച്ചു. ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു. വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന മൃതസംസ്കാരത്തിൻ്റെ അതീവ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുവരെ തുടർച്ചയായി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തിങ്കളാഴ്ച രാവിലെ 9:30-ന് മൃതസംസ്കാര ശുശ്രൂഷയുടെ 2-ാം ഘട്ടം തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. 10 മണിക്ക് കുർബാനയോടുകൂടിയുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ 3-ാം ഘട്ടവും നടക്കും. ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതിക ശരീരം കോഴിക്കോട് കോട്ടുള്ളിയിലെ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിൻ്റെ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് എത്തിച്ച് അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 6 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ നടക്കും. ആദരസൂചകമായി തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അതിരൂപത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുദർശനത്തിന് പുഷ്പചക്രങ്ങൾക്കു പകരം സാരിയോ മറ്റു തുണിത്തരങ്ങളോ സമർപ്പിക്കാൻ അതിരൂപത അഭ്യർത്ഥിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന തുണിത്തരങ്ങൾ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നും അതിരൂപത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്രിപ്പാലിൽ നടന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. കലോത്സവത്തിൽ ABUH ഞാങ്ങാട്രി സ്കൂൾ 65 പോയിന്റുകളുമായി കിരീടം കരസ്ഥമാക്കി. ഗുരുവായൂർ കണ്ടാണശ്ശേരിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു. കണ്ടാണശ്ശേരി ശങ്കരംകുളം സെൻറ്ററിലെ ഇലക്ട്രിക് പോസ്റ്റിലാണ് മലമ്പാമ്പ് കയറിയത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഷോക്കേറ്റത് കണ്ട് വഴിയാത്രക്കാർ ഗുരുവായൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ
പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ ഇലക്ട്രിക് കമ്പിൽ നിന്നും എടുത്തു മാറ്റി. തത്സമയത്ത് ജീവൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മലമ്പാമ്പ് ചാവുകയായിരുന്നു. ദേശമംഗലം വരവൂരിൽ അനധികൃതമായി വെട്ടുകല്ല് വെട്ടിക്കടത്തിരുന്ന ടിപ്പർ ലോറികളും ഒരു JCBയും ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു. അനധികൃതമായി പ്രവർത്തികൾ നടത്തിയവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വരവൂരിൽ സൈതലവി താളത്തിൽ വീട് മനപ്പടി കടങ്ങോട് എന്നയാളുടെ സ്ഥലത്തു നിന്നാണ് യാതൊരു അനുമതി പത്രങ്ങളുമില്ലാതെ ബന്ധുക്കളായ സിറാജ് താളത്തിൽ വീട് കടങ്ങോട്, ഹാഷിം താളത്തിൽ വീട് മനപ്പടി കടങ്ങോട് എന്നിവർ അനധികൃതമായി വെട്ടുകല്ല് വെട്ടിക്കടത്തിയിരുന്ന 6 ടിപ്പർ ലോറികളും ഒരു JCBയും പോലീസ് പിടിച്ചെടുത്തത്. നടപടിക്രമങ്ങൾ നടന്നുവരുന്നതായി CI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. SNDP ചെറുതുരുത്തി മേച്ചേരിക്കുന്ന് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. SNDP ചേലക്കര അഡ്മിനിസ്ട്രേറ്റർ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മുൻകാല നേതാക്കളായ S നടിനാക്ഷൻ, KG ചന്ദ്രശേഖരൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം സുജ സുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. VM ധർമ്മപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി OS രവീന്ദ്രൻ, MN കേശവൻ, OS ഉണ്ണികൃഷ്ണൻ, യൂത്ത് മൂവ്മെന്റ് കൺവീനർ TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശ്രീനാരായണ സമാധി ദിനം പെരുങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളി SNDPയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടുകൂടി ആചരിച്ചു. ചടങ്ങുകളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. മുതിർന്ന അംഗം പൂജ നടത്തി. തുടർന്ന് പ്രസാദ വിതരണവും പായസ വിതരണവും നടന്നു. ശാഖയിലെ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ശാഖാംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റും ആദരിച്ചു. ശാഖാ ഭാരവാഹികൾ, വനിതാ സ്വയം സഹായ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വർഷം തോറും നടത്തി വരാറുള്ള ഈ സംരംഭം ഈ വർഷവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ഗുരുദേവന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ 4-ാം വാർഡ് വികസന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വാർഡിൽ നടത്തിയ പൂക്കളം മത്സരത്തിൽ വിജയികളായവരെ ആദരിച്ചു. പങ്കെടുത്ത മുഴുവൻ പേർക്കും ട്രോഫികൾ സമ്മാനിച്ചു. ഉപഭോക്താക്കളുണ്ടെങ്കിൽ അതൊരു മെച്ചപ്പെട്ട സ്ഥിതിയായി അങ്ങനെ തുടങ്ങി. ഞാൻ പറയുന്നത് പഞ്ചായത്തും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഓണ കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സഹകരണ ബാങ്കുകൾ, നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ 2 ബാങ്കുകളും കൂടി ഏകദേശം 1500ഓളം വരുന്ന കിറ്റുകൾ മിതമായ നിരക്കിൽ വിതരണം ചെയ്തു. വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം 280ഓളം കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്താണെങ്കിൽ വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജാലിബ മുഹമ്മദിനെയും വിധികർത്താവായിരുന്ന പള്ളത്ത് ശ്രീകുമാരനെയും ആദരിച്ചു. P പ്രമോദ്, V ഹരിദാസ്, A ഷഫീഖ്, OM ജലീൽ, ഗണേശൻ, K മനോജ്, ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. S ജയൻ നജീബ് സ്വാഗതവും CDS ഷൈനി നന്ദിയും പറഞ്ഞു. പൂക്കള മത്സരത്തിൽ 1-ാം സ്ഥാനം സജിത ഗണേഷ്, 2-ാം സ്ഥാനം നേടിയ സുനിത, 3-ാം സ്ഥാനം നേടിയ സുവർണ, 4-ാം സ്ഥാനം നേടിയ രാജി, രാധിക, മധു എന്നിവർക്കും ഉപഹാരം സമ്മാനിച്ചു. പങ്കെടുത്ത മുഴുവൻ പേരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാരുടെ റോഡ് ഉപരോധം. ഉപരോധത്തെ തുടർന്ന് വടക്കാഞ്ചേരി കുന്നുംകുളം സംസ്ഥാനപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. വനം വകുപ്പിന്റെ മർദ്ദനത്തെ തുടർന്നാണ് മിഥുന്റെ ആത്മഹത്യയെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ. തൃശൂർ ചാവക്കാട് കടപ്പുറം ഇരട്ടപ്പുഴയിൽ ക്വാർട്ടേഴ്സിലെ മുറിയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച അപകടം. വീടിനകത്തെ മുഴുവൻ വൈദ്യോപകരണങ്ങളും ഗാർഹിക ഉപകരണങ്ങളും കത്തിനശിച്ചു. ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശവുമായി KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമത്തിൽ ആഹ്വാനം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.